കൂട്ടുകാരെ, നമ്മുടെ രേവതിയും സച്ചിയും അടിമുടി മാറുന്നു. അത് ഇനി ചെമ്പനീർ പൂവ് വേറെ ലെവലിലേക്ക്. അതേ പ്രേക്ഷകരെ, നമ്മുടെ രേവതി ആകെ മാറി മറിയുകയാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ. വേറൊന്നുമല്ല, നമ്മുടെ ചന്ദ്രമതി കുറേയിട്ട് രേവതി ഇങ്ങനെ ഉപദ്രവിക്കുകയും ആട്ടിപ്പായ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ കുത്തുവാക്കുകളൊക്കെ പറയുന്നുണ്ട്. നിന്റെ ബന്ധുക്കളും പിന്നെ ആ ഒരു സ്ത്രീയും മകനൊക്കെ വന്നില്ല, അവരെവിടെയൊക്കെ നിന്നു, എവിടെയൊക്കെ ഇരുന്നു, അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കണം എന്ന് നമ്മുടെ രേവതിയോട് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. അതും ഒരു പ്രാവശ്യം പോരാ, 3-4 വട്ടമെങ്കിലും തുടക്കണമെന്ന് ഇങ്ങനെ കടുപ്പിച്ച് പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ രേവതി ഇങ്ങനെ തുടച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ തറയൊക്കെ തൂത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ സച്ചിയുടെ ആ ഒരു വരവ്. അപ്പൊ സച്ചി നമ്മുടെ രേവതിയുടെ മുഖത്തെ ആ ഒരു സങ്കടം കാണുമ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാർ ഇവിടെ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല, നിന്ന സ്ഥലമൊക്കെ എന്നോട് തുടച്ചിടാൻ പറഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സച്ചി ഇത് കേട്ടതും ആ ഒരു ബക്കറ്റ്, വെള്ളം നിറച്ച് വെച്ചിരുന്ന ഒരു ബക്കറ്റ് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുന്നതും കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നതും ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ രേവതിനോട്, നീ എൻ്റെ ഭാര്യയാണ്, ഇത് നിൻ്റെയും കൂടി വീടാണ്, നീ ഇങ്ങനെ എല്ലാവരുടെയും ഇതും കേട്ട് സഹിച്ചിരിക്കേണ്ട കാര്യമില്ല, നീ ഇനി ഒന്ന് പറഞ്ഞാൽ 10 തിരിച്ച് പറഞ്ഞിരിക്കണം എന്നൊക്കെ നമ്മുടെ രേവതിയോട് പറയുകയാണ്. അപ്പം നീ എൻ്റെ ഭാര്യയാണ്, ഇത് നിൻ്റെയും കൂടി വീടാണ്. ആ ഒരു വാക്കുകൾ നമ്മുടെ രേവതിക്ക് ആ ഒരു കുളിർമഴയായിട്ടാണ് കേട്ടോ. ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിയുടെ കണ്ണുകളിൽ ആ ഒരു പ്രകാശവും ആ ഒരു ചിരിയും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രേക്ഷകരെ. അപ്പം ഇനി വരുന്ന രേവതി, നമ്മുടെ സച്ചിയുടെ ആ ഒരു പിന്തുണയുള്ള രേവതി ഇനി വേറെ ലെവലായിരിക്കും. 1-ന് 10 മറുപടി പറയുന്ന ആ ഒരു രേവതി, അത് തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് ഒരു രസം തന്നെ ആയിരിക്കും അല്ലേ കാണാൻ. എന്തായാലും അങ്ങനത്തെ ഒരു രേവതി വരട്ടെ. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.